തോന്നുന്നില്ല. ഇന്ദിരേച്ചിക്കെന്നല്ല, പൊതുവെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഇത് അത്രയും ഇഷ്ടപ്പെടാറില്ല. ഞാനൊരു ചോയ്സ് എടുക്കാം. ഇത് കൊള്ളൂല. എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇതാണ് റോജാപ്പൂ ഉള്ള കാർഡ്. എന്തു മനോഹരമായിരിക്കുന്നു ഈ കാർഡ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതാണോ സെലക്ട് ചെയ്ത്? ഓക്കെ. പിന്നെ നമ്മുടെ സീനിയർ മെമ്പേഴ്സേ ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. 3 പേർക്കും അവരുടേതായ സെലക്ഷൻസ് നോക്കിയിട്ട് പറയാം. ഞാൻ എന്തായാലും ഇല്ല. വീട്ടിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാ മുത്തശ്ശിക്ക് പകരം ഒരാളെ കിട്ടിയെന്നാ ദാ ഈ അച്ഛനും മക്കളും കൂടി കളിയാക്കുന്നത്. ഞാനെന്തിനാ ആവശ്യമില്ലാത്ത കുരിശെടുത്ത് തലയിൽ വെക്കുന്നത് അല്ലേ പത്മ? പക്ഷേ പത്മാൻറ്റി പറയണം. കാരണം പത്മാൻറ്റി ഒരു കാര്യം പറഞ്ഞ അത് ഞങ്ങളുടെ ടേസ്റ്റിനും അപ്പുറത്തുള്ളതായിരിക്കും. പത്മ, ദേ ഇവളുണ്ടല്ലോ, ഇവിടെ സൂക്ഷിക്കണം കേട്ടോ. പരിപൂർണമായിട്ടും നീയായി മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുക്കുക അവള്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് ശരി. അതെ, വേദയുടെ വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഈ വീട്ടില് ആർക്കും സെലക്ട് ചെയ്യാൻ കേട്ടോ. ഈ വീട്ടില് അന്തസ്സുള്ള ആർക്കും എന്ന് തിരുത്തിയേക്കാം. സൂര്യ, കമോൺ. എന്താ? ഞങ്ങള് വേദയുടെ വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. തനിക്ക് എന്തെങ്കിലും ചോയ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഐ എം സോറി, എന്റെ സെലക്ഷൻ അത്ര നന്നായിരിക്കില്ല. അത് ഉറപ്പല്ലേ? സൂര്യയുടെ സെലക്ഷൻ ഒട്ടും നന്നാവില്ല എന്നുള്ളതിനുള്ള ഉദാഹരണം ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. പറഞ്ഞോട്ടെ അങ്കിൾ. പല വീടിനും പല സാധനങ്ങളാണ് അലങ്കാരം. ചില വീടുകളില് ഉമ്മർത്ത് ഗാർഡൻ ആയിരിക്കും. ചില വീടുകൾക്ക് നമ്മളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളായിരിക്കും. ചില വീടുകൾക്ക് അങ്കിളിന്റെ മോളും ആകാം. സൂര്യ, എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ഞാൻ എങ്ങനെ പ്രതികരിക്കാന്ന് എനിക്ക് അറിയില്ല. എടീ, നീ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പ്രതികരണം ഞാൻ കാണുന്നത് ചിരിച്ചുകൊണ്ടായിരിക്കും. അതെ, എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ, രാവിലെ തന്നെ കാർഡ് സെലക്ട് ചെയ്യാൻ നിന്നാണെങ്കിലേ അത് സെലക്ട് ചെയ്യും. അല്ലാതെ ഓവറായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടാ. തോറ്റുതരാൻ ഞാൻ തയ്യാറായാൽ മാത്രമേ നീ ജയിക്കൂ. അല്ലാതെ സൂര്യക്കൊപ്പം എത്തില്ല നീ, മനസ്സിലായ? നന്ദിനി, എനിക്കൊരു കോഫി വേണം. മോളെ, നീ അവിടെ ഇരിക്കേ. അവൻ പറയുന്നതിനൊക്കെ നീ എന്തിനാ കാര്യാക്കാൻ നിൽക്കുന്നേ? അതെ അതെ. രഞ്ജിത്ത്, താനെന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? തന്റെ വിവാഹക്കാരിയാ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. എന്താ രഞ്ജിത്ത്, 1-2 ദിവസമായിട്ട് രഞ്ജിത്ത് ഓക്കെ അല്ലല്ലോ. എന്താ ഇഷ്യൂ? ഏയ്, കുഴപ്പമൊന്നുമില്ല ആൻറ്റി. ഞാനിങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഇവരും വീട്ടിലിങ്ങനെ ചോദിക്കാറുണ്ട്, അല്ലേ മമ്മി? ഓക്കെ, നമുക്കിത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ 1, 2, 3 എന്ന് പറയാം. നിങ്ങൾ രണ്ടുപേരും ഓരോ കാർഡ് സെലക്ട് ചെയ്യണം. അതിലെ ഏറ്റവും നല്ലത് ഏതാണോ അത് നമുക്ക് ഫിക്സ് ചെയ്യാം.
ഓക്കെ 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 എന്നൊന്ന് സെലക്ട് ചെയ്യും നീ നോയിക്കോ ഓക്കെ റെഡി റോജാപ്പൂ തന്നെ അവള് 1 2 എടുക്കണോ? 3 ആ സംഗതി ഇത്രയും നേരം നമ്മൾ സംസാരിച്ചെങ്കിലും അവര് കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് കേട്ടോ. അവര് രണ്ടുപേരും സെലക്ട് ചെയ്തത് ഒരേ കാർഡ്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല. കൊള്ളാം, നന്നായിട്ട് കാർഡും സൂപ്പർ, ഈ ജോഡിയും സൂപ്പർ.